The kids are really amazing us from the morning. I think our felicitator, Captain David Lourdes sir, is deeply impressed by their act. It makes him very fresh to talk here. He is going to encourage us with his words of felicitation. Sir, we are eager to listen to you. ബഹുമാനപ്പെട്ട റജീഷ് അച്ച, പ്രിൻസിപ്പൽ തങ്കമ്മ, മക്കൾ ജുബിയാനു, ഇവിടെ വന്നിട്ടുള്ള മാതാപിതാക്കളെ, വിദ്യാർത്ഥിനികളെ, കൂട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാവരുമേ, നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്വാഗതവും ഏർപ്പെടുത്തുന്നു. പ്രത്യേകമായി പറയാനുള്ളത്, ഈ സ്കൂളിനെ വിശ്വസിച്ച് നിങ്ങളുടെ മക്കളെ അഡ്മിഷൻ എടുത്ത മാതാപിതാക്കളോടാണ്. ഇങ്ങനെ പറയപ്പെടുന്നു, ഉപദേശകരില്ലാത്ത സമൂഹവും ഉപദേശം തിരസ്കരിക്കുന്ന സമൂഹവും നശിച്ചു പോകും. ഉപദേശം ലഭിക്കാത്ത സമൂഹവും ഉപദേശം തിരസ്കരിക്കുന്ന സമൂഹവും നശിച്ചു പോകും. ഞങ്ങളുടെ സ്കൂളിലെ എംബ്ലത്തിൽ 2 വാക്കുകൾ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഒന്ന് എക്സലൻസ്, രണ്ടാമത്തത് ബീയിങ് ഗുഡ്. എക്സലൻസ് ഓക്കെ, ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഗോയിങ് ഓൺ. ബട്ട് ബീയിങ് ഗുഡ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നുന്നു. ഇത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ സഹകരണം കൂടാതെ പറ്റത്തില്ല. വിശുദ്ധ അഗസ്തീനോസ്, പുള്ളി കത്തോലിക്കരായ അറിയാം, ഒരു വളരെ വേൾഡ്ലി ലൈഫ് ജീവിച്ച ഒരു മനുഷ്യനാണ്. അവസാനം വിശുദ്ധനായി. അയാൾ പിന്നീട് പറഞ്ഞത്, നിങ്ങളെ മാറ്റുവാൻ, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്, നിങ്ങളുടെ അറിവ് കൂടാതെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്, പക്ഷെ നിങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ അറിവ് അത്യാവശ്യമാണ്, നിങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. അതുകൊണ്ട് ബീയിങ് ഗുഡ് എന്നുള്ള ഞങ്ങളുടെ ആപ്തവാക്യം ഞങ്ങൾ പൂർണ്ണമായി ഇവിടെ നടപ്പാക്കുവാൻ വേണമെങ്കിൽ മാതാപിതാക്കളായ നിങ്ങൾക്കും ഇവിടെ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും അവരുടേതായിട്ടുള്ള സഹകരണം വേണം. ഞങ്ങൾ എത്ര തന്നെ ഉപദേശം തന്നാലും, എത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇവിടെ പഠിപ്പിച്ചാലും നിങ്ങൾക്ക് സഹകരണമില്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ നന്നാക്കാൻ പറ്റില്ല. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുവാൻ എന്നെക്കൊണ്ട് പ്രാപ്തനാക്കിയത് ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശങ്ങളും അതിനോട് സഹകരിച്ച ഞങ്ങളുടെ വ്യക്തിത്വവുമാണ് ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ നിങ്ങളെല്ലാവരും ഇതുപോലെ നല്ലവരാകണം. ഒരു കോമൺ ഗുഡ് ചെയ്യാനുള്ള ഒരു മനോവികാരം നിങ്ങളിൽ ഉണ്ടാകണം. ഈ സ്കൂള് എന്തിനാണെന്നും എങ്ങനെയാണെന്നും റജീഷ് അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ റിപ്പോർട്ടിലും പറഞ്ഞു. ഇത് ഒരു സേവനമാണ്, വെറുതെ വ്യാപാരമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഫ്രൂട്ട്സ് ഓഫ് ലവ് ഈസ് സർവീസ്, ഫ്രൂട്ട്സ് ഓഫ് സർവീസ് ഈസ് പീസ്. സ്നേഹത്തിൽ നിന്നാണ് സേവനം ആരംഭിക്കുന്നത്. സേവനം ചെയ്യുമ്പോൾ ചെയ്യുന്ന ആൾക്കും അത് അനുഭവിക്കുന്നവർക്കും ഒരു സമാധാനം കിട്ടും. അതെ, ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സേവനം നിങ്ങൾ അനുഭവിക്കണം. അതിൽ കൂടി നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരു സമാധാനം കിട്ടണം. അതില്ലെങ്കിൽ ഞങ്ങളെ തന്നെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണോ ഞങ്ങൾ സേവനം ചെയ്യുന്നത് അത് നിങ്ങൾ നേടാതെയും പോവുകയാണ്. ഞാൻ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഒരു അഡ്മിഷൻ എടുക്കാൻ എന്തുമാത്രം പ്രയാസമുണ്ടെന്ന്. ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അത് ചിന്തിക്കാനേ പറ്റത്തില്ല. ഈവൻ മിനിസ്റ്റേഴ്സ് റെക്കമെൻഡേഷൻ വേണം. ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ അച്ഛന്മാരുടെ കന്യാസ്ത്രീമാരുടെ വേണം, വേണ്ടപ്പെട്ടവരുടെ വേണം, ഡൊണേഷൻ കൊടുക്കണം, എല്ലാം കൊടുക്കണം. പക്ഷേ ഇവിടെ വരുന്ന എല്ലാവരെയും ഞങ്ങൾ എടുക്കും. കൂടാതെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ ഞങ്ങളുടെ കയ്യിൽ പ്രീ കെ ജിയിൽ കിട്ടുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. ആരൊക്കെയാണോ ഇടയ്ക്ക് വന്ന് ചേരുന്നത് അവരാണ് ഞങ്ങൾക്ക് പ്രയാസമായി മാറുന്നത്. അങ്ങനെ പ്രയാസപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയോടെ വരുന്നവർ എത്ര തന്നെ ആയാലും നിങ്ങൾ
അതിന് തുനിയരുത്, വരാതിരിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. അതൊരു അഹങ്കാരമല്ല. നമ്മൾ അരി വേവിക്കുമ്പോൾ 1-2 പറ്റ് മാത്രം എടുത്തിട്ടേ അത് വെന്തോ എന്ന് നോക്കുകയുള്ളൂ. ഇവിടെ ഞങ്ങൾ ഇത്രയും പ്രീ KG മുതൽ വളർത്തിക്കൊണ്ടുവരുന്ന പിള്ളേരിൽ ഇടയ്ക്ക് വന്ന് ചേരുന്ന പിള്ളേർ അവരുടേതായിട്ടുള്ള സ്വഭാവം കൊണ്ടുവരുമ്പോൾ മൊത്തം സ്കൂളിന് ഒരിതാകുകയാണ്. ഈ വർഷം ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ടും അതിന് കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസിനോട് പറഞ്ഞു. മാതാപിതാക്കൾ വന്ന് സപ്പോർട്ട് ചെയ്തവരുമുണ്ട്, അതിനെ എതിർത്തവരുമുണ്ട്. പാരൻസിന് മക്കളെ സപ്പോർട്ട് ചെയ്യാനുള്ള അവരുടെ സ്നേഹം അനുവദിക്കുമായിരിക്കാം. പക്ഷേ സ്വന്തം മകനോ മകളോ ചീത്തയായി പോകുന്നത് സമൂഹത്തിൽ അത് നല്ലൊരു സ്വഭാവമല്ല. ഇപ്പോൾ കേരളത്തിൽ ഒരു ന്യൂസ് അടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു MLAയുടെ മകൻ കഞ്ചാവ് കൂട്ടത്തിലിരുന്ന് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസ് പിടിച്ചു, ജാമ്യമില്ലാത്ത വാറണ്ട് ഇട്ടു. ഇത് ഞങ്ങളെയല്ല, അവരെ പിടിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ മക്കൾക്കും ഒന്നും പറ്റില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഞങ്ങളെ കൊണ്ട് വിട്ടോടനെ സ്കൂളിൽ കൊണ്ട് വിട്ടല്ലോ എല്ലാം ആയി എന്ന് ചിന്തിക്കേണ്ട. ഞങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ഒരു ഫലവും നിങ്ങൾ തരുന്നില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ നന്നാകണം. ഞാനൊരു നല്ല സ്കൂളിൽ കൊണ്ട് വിട്ടു, അതിനായിട്ടുള്ള ഒരു സഹകരണം തന്ന് മേലിൽ അങ്ങനെയുള്ള തിന്മകൾ ചെയ്യാതിരിക്കുവാനും. അച്ഛൻ പറഞ്ഞതുപോലെ വൃത്തിയുണ്ടെങ്കിൽ വൃത്തികേടാക്കത്തില്ല, അത് വാസ്തവമാണ്. നമ്മുടെ മക്കളെ വൃത്തിയായ സ്വഭാവത്തിലേക്ക് വളർത്തി നമ്മുടെ മക്കളെ സമൂഹത്തിനും നാട്ടിനും അവർക്കും തന്നെ നല്ലവരാക്കിമാക്കാം. ബീയിങ് ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, sir, for your soft and sweet words.